Good afternoon. Good afternoon, ma'am. 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 Good afternoon. All of you, good afternoon. Okay. So, നമുക്ക് prayer start ചെയ്യാം അല്ലേ? Prayer. Prayer ആരാണ്? Yes, ma'am, ഞാനാ. Okay, അനുമതിയാ. Start. इतनी शक्ति हमें देना दादा, मन का विश्वास कमजोर होना. इतनी शक्ति हमें देना दादा, मन का विश्वास कमजोर होना. हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना. इतनी शक्ति हमें देना दादा, मन का विश्वास कमजोर होना. दूर अज्ञान के हो अंधेरे, तू हमें ज्ञान की रोशनी दे. हर बुराई से बचते रहे हम, जितनी भी दे भली जिंदगी दे. बैर होना का किसी से, भावना मन में बदले की होना. हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना. Thank you, ma'am. Okay, nice. Variety ആയിട്ടുള്ള prayer ആയിരുന്നു കേട്ടോ. Okay. Then signing. സൈനിങ് ഞാനാണ് മാം. ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ പറയാൻ പോണത് ഒരു ക്രിക്കറ്റിന്റെ കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ്. എന്നാലും ഞാൻ എൻ്റെ ആ ഒരു ചെറിയ കഥ ഞാൻ എല്ലാവരിലേക്കും പങ്കുവെക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ആട്ടിടയന്മാർ സമയം കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു കളിയാണ് ക്രിക്കറ്റ്. ആടുകളെ മേയാൻ വിട്ടാൽ പിന്നെ എന്തെങ്കിലും പണി വേണ്ടേ? അതിനാൽ ഒരു രസികൻ കളി കണ്ടുപിടിച്ചു. മേച്ച് സ്ഥലങ്ങളിൽ വിക്കറ്റ് ഗേറ്റ് എന്ന് വിളിക്കുന്ന ചെറിയ ഗേറ്റുകളിൽ പന്തെറിഞ്ഞു കൊള്ളിക്കുകയായിരുന്നു ആ കളി. ഒരാൾ പന്തെറിയുമ്പോൾ മറ്റൊരാൾ ആടുകളെ നിയന്ത്രിക്കുന്ന അറ്റം വളഞ്ഞ വടി കൊണ്ട് പന്തടിച്ച് തെറിപ്പിക്കണം. ആദ്യത്തെ ക്രിക്കറ്റ് ബാറ്റായിരുന്നു ആ വടി. ക്രിക്കറ്റ് എന്ന പഴയ ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ക്രിക്കറ്റ് എന്ന പേര് വന്നത്. വളഞ്ഞ വടി എന്നാണ് അതിന്റെ അർത്ഥം. ഡച്ച് വാക്കായ കിക്കിയുടെ അർത്ഥവും വടി എന്ന് തന്നെ. 14-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ മുഴുവൻ ക്രിക്കറ്റ് പ്രചാരം തേടി. അന്നത്തെ ബാറ്റ് പുറത്തേക്ക് വളഞ്ഞായിരുന്നു. മാത്രമല്ല നീളവും ഭാരവും കൂടുതലായിരുന്നു. നല്ല ആരോഗ്യമില്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്നയാൾ കുഴഞ്ഞത് തന്നെ. പന്തെറിയുന്നതും ഇന്നത്തെ പോലെ ആയിരുന്നില്ല. തോളിന് മുകളിൽ കൈ ഉയർത്തി പന്തെറിയാൻ പാടില്ലായിരുന്നു. 2 സ്റ്റമ്പുകളെ അന്നുണ്ടായിരുന്നു. സ്റ്റമ്പുകൾ തമ്മിൽ നല്ല അകലം ഉണ്ടായിരുന്നു. എറിയുന്ന പന്ത് പലപ്പോഴും സ്റ്റമ്പുകളുടെ ഇടയിലൂടെ ഷൂ എന്നങ്ങ് പോകും. 1777 മൂന്നാം സ്റ്റമ്പ് ഉപയോഗിക്കുന്ന പതിവ് തുടങ്ങിയത്. ക്രിക്കറ്റ് ഭ്രാന്ത് പടർന്നു പിടിച്ചത് വലിയൊരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചു. ചെറുപ്പക്കാരൊക്കെ ഒരു ജോലിയും ചെയ്യാതെ ക്രിക്കറ്റും കളിച്ച് നടപ്പാൻ. പട്ടാളത്തിൽ ചേരാൻ ആളെ കിട്ടാതായി. ഒടുവിൽ എഡ്വേർഡ് മൂന്നാമൻ രാജാവ് 1365 ക്രിക്കറ്റ് നിരോധിച്ചു. ആട്ടിടയന്മാരുടെ സമയം കൊല്ലിയായിരുന്ന ക്രിക്കറ്റ് എന്ന മാറ്റങ്ങളിലൂടെ കടന്നുപോയി 19-ാം നൂറ്റാണ്ടായപ്പോൾ ഈ കളി ലോകമെങ്ങും പ്രചാരത്തിലായി. ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്നത് മെൽബണിൽ വെച്ച് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലാണ്. 1877 നടന്ന ആ മത്സരത്തിൽ
ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ആട്ടിടയന്മാരിൽ നിന്നും ഇപ്പോൾ സുനിൽ ഗവാസ്കറിലും ബ്രയൻ ലാറയിലും സച്ചിൻ ടെണ്ടുൽക്കറിലും ഒക്കെ എത്തിയപ്പോൾ ക്രിക്കറ്റ് 10,000ങ്ങളെ ആകർഷിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയിരിക്കുന്നു. സൈനിങ് ഓൺ സംഗീത. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. താങ്ക് യു മിസ്. ഓക്കെ, then thought of the day. ഞാനാണ് മാം. Strength does not come from physical capacity. It comes from indomitable will. Mahatma Gandhi. Okay. ഞാൻ ഒരു ക്ലാസ്സിൽ സ്ട്രെസ് മാനേജ്മെന്റിന്റെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് എന്താണ് പിന്നീട് ആരും ഒന്നും പറയാതിരുന്നേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ മിസ് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതിരുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടിപ്പുകൾ പറയാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്തൊക്കെയാണ്. മാം ഞാൻ ഇല്ലാത്ത ക്ലാസ്സിൽ എന്താണെന്ന് മനസ്സിലായില്ല എന്ന സംഭവം. അത് സ്ട്രെസ് മാനേജ്മെന്റ്, അതായത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ പറയാന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോബീസ് മാം ഞാനും 2-3 ക്ലാസ്സിന്റെ ഒപ്പം മിസ്സായിരിക്കാണ് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടേ. അതെല്ലേ, അത് കേട്ടത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്തൊക്കെയാണെന്ന്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഒന്ന് റെക്കോർഡ് ക്ലാസ് ഇത് കാണാം കേട്ടോ. മാം എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ക്ലാസ് കയറി, ഞാൻ ഇപ്പൊ കേട്ടു. 1 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ചെയ്യാം, അതും റെഗുലർ ബേസിസിൽ. അതൊരു 15 മിനിറ്റ്സ് ആയിരുന്നാലും ശരി നമുക്ക് ചെയ്യാം യോഗ. അതിനുശേഷം ഡെയിലി വർക്കൗട്ട് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും, അത് വാക്കിംഗ് ആയിരുന്നാലും ചെയ്യാം. ഇനി വർക്കൗട്ട്സോ അല്ലെങ്കിൽ യോഗയോ ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ലൈറ്റ് മ്യൂസിക് കേൾക്കാം. അത് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു ലൈറ്റ് മ്യൂസിക് കേൾക്കുന്നത് സ്ട്രെസ് റിലീഫ് ആണ് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊണ്ട് ഡാൻസ് ചെയ്യണോ, ലൈറ്റ് ആയിട്ട് ഡാൻസ് ചെയ്യാം. ഇതെല്ലാം സ്ട്രെസ് റിലീഫ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ റീഡിങ് ഹാബിറ്റേറ്റ് നമുക്ക് നല്ലൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള പകുതി കൂടുതൽ സ്ട്രെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. റീഡിങ് ഹാബിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പലവർക്ക് പല യോണറാണ് ഇഷ്ടം റീഡിങ്ങിൽ. അവർക്ക് താല്പര്യമുള്ള യോണേഴ്സ് ഏതാണ് അതെടുത്ത് റീഡ് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും, ഇത് ഡെയിലി കിടക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സ്ട്രെസ് വരുന്നത് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് കുറയുമ്പോഴാണ്. അത് കുറയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിന് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് സൈക്കിൾ ജെൻസിനെയും കാട്ടി 1 അവർ to 2 അവർ കൂടുതലാണ് വേണ്ടത്. സോ കിടക്കുന്ന മുമ്പേ മാക്സിമം 1 അവർക്ക് മുമ്പേ തന്നെ ഫോണൊന്നും യൂസ് ചെയ്യരുത്. റീഡിങ് എന്തെങ്കിലും ചെയ്ത് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് മ്യൂസിക് എവിടെയെങ്കിലും വെച്ച് കേട്ട് കിടന്നുറങ്ങാം. ഇതൊക്കെ തന്നെയാണ് മെയിൻ സ്ട്രെസ് റിലീഫ് നമുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ ടെൻഷൻ ഉണ്ടാവുന്ന, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ടെൻഷൻസ് വന്നു പോകുന്ന ഒരു ടൈമാണ് മദർഹുഡ് എന്ന് പറയുമ്പോൾ. ഇതിലുള്ള മാക്സിമം എല്ലാവരും മാരേജ് കഴിഞ്ഞവരും മദർഹുഡിൽ ഇരിക്കുന്നവരുമാണ്. സോ അതൊക്കെ നമുക്ക് ഡെയിലി തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കുറെ തന്നെ ഉണ്ട്. മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്ത് കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുന്ന വരുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന പോലെ തന്നെ അത് കണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. വരും മുമ്പേ തന്നെ കുറെ കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങും അതിലൊരു കാര്യമാണ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു രേവതി. ബാക്കിയുള്ളവര് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതില് വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ടൈം കണ്ടുപിടിക്കുക. നമുക്ക് നമ്മളിലേക്ക് നമുക്ക് വേണ്ടുന്നത് എന്താണോ എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഈ പറയുന്ന പോലെ സ്ട്രെസ് റിലീഫും ഡിഫറെന്റ് ആയിരിക്കും. പാട്ട് കേൾക്കലോ യോഗ ചെയ്യലോ എങ്ങനെയാണോ സ്ട്രെസ് റിലീഫ് ഓരോ പേഴ്സണലി എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് ചെയ്യുക. അതൊരു സെൽഫ് ടൈം. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സെൽഫ് ടൈം എന്ന് പറയുന്നത് ഈ മോണ്ടിസോറി ക്ലാസ് ആണ്. ഇത് ഭാവിയിൽ ടീച്ചിങ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്കിപ്പോ ഓരോ മണിക്കൂർ ഡെയിലി ഈ ക്ലാസ്സിന് ഇരിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു സ്ട്രെസ് റിലീഫ് തന്നെ. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീഫാണ്. ഇതിൽ എത്ര പേർക്ക് അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കതങ്ങനെയാണ്. അതുപോലെ ഒരു കഥ പറയാം. ഇതിൽ ആരെങ്കിലും
റിലീഫ് ആവുന്ന ആൾക്കാരാണെങ്കിൽ ഈ കഥ ചെറിയൊരു കഥയാണ്. ചെമ്പന്റെ തേൻ കൃഷി. കഥ വായിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ചീരണക്കാട്ടിലെ ചെമ്പൻ കരടി. ഹലോ. ചീരണക്കാട്ടിലെ ചെമ്പൻ കരടി. ആരെയോ മൈക്ക് ഓണാന്ന് തോന്നുന്നു മാം. എക്കോ വരുന്നുണ്ട്. ഓക്കെ, പറയട്ടെ. ചീരണക്കാട്ടിലെ ചെമ്പൻ കരടി തേൻ തേടി ഇറങ്ങിയതാണ്. പ്രതീക്ഷിച്ച മരക്കൊമ്പുകളിലൊന്നും തേൻകൂട് കാണാത്തതിന്റെ നിരാശയിൽ നടക്കുമ്പോഴാണ് കറുപ്പൻ കാക്കയെ കണ്ടത്. കരടി ചേട്ടൻ ആകെ ക്ഷീണിതനാണല്ലോ, എന്തു പറ്റി? കറുപ്പൻ ചോദിച്ചു. ഓ, എന്തു പറയാൻ, അല്പം തേൻ കിട്ടുമോ എന്ന് നോക്കി ഇറങ്ങിയതാണ്. ഇത്ര നേരമായിട്ടും ഒരു തേനീച്ചക്കൂട് പോലും കാണാൻ കഴിഞ്ഞില്ല, നിരാശ മറച്ചു വെക്കാതെ ചെമ്പൻ കരടി പറഞ്ഞു. ഇതാണോ കാര്യം? ചേട്ടൻ കാലം മാറിയതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, കറുപ്പൻ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ചെമ്പൻ കരടി കറുപ്പനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വീട്ടിൽ വളർത്താം തേനീച്ചകളെ കാട്ടിൽ തേടി നടക്കണ്ട, നാട്ടുമനുഷ്യർ കാട്ടും വിദ്യ കാട്ടിൽ നമുക്കും ചെയ്തിടാം. തേനീച്ചക്കൂട് തേടി അലയുന്നതിൽ നല്ലത് തേനീച്ചയെ വളർത്തി തേനെടുക്കുന്നതല്ലേ. നാട്ടിൽ മനുഷ്യർ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കറുപ്പൻ അറിയിച്ചു. കൊള്ളാമല്ലോ, പക്ഷെ ഇതെങ്ങനെ സാധിക്കും? ഞാൻ വിളിച്ചാൽ തേനീച്ചകൾ വരുമോ? ചെമ്പൻ ചോദിച്ചു. തേനീച്ചകൾ വന്നോളും, അതിനുള്ള കൗശലം കാണിക്കണം എന്ന് മാത്രം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കറുപ്പൻ കാക്ക നാട്ടിലെ മനുഷ്യർ പ്രയോഗിക്കുന്ന തേനീച്ച വളർത്തലും തേനെടുക്കലും എങ്ങനെയെന്ന് ചെമ്പൻ കരടിക്ക് വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചെമ്പന്റെ മുഖം തെളിഞ്ഞു. കറുപ്പൻ കാക്കേ ചെങ്ങാതി, കാര്യം കൊള്ളാം കെങ്കേമം, തേനീച്ചകളെ വളർത്തും ഞാൻ, തേനിൻ ക്ഷാമം തീർക്കും ഞാൻ. ചെമ്പൻ പറഞ്ഞത് കേട്ട് കറുപ്പന് സന്തോഷമായി. ചെമ്പൻ ചേട്ടാ, കാലത്തിനൊപ്പം നമ്മളും മാറണം, ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം പ്രയാസകരമായിരിക്കും. ചെമ്പൻ കരടി തലകുലുക്കി സമ്മതിച്ചു. കൂട്ടുകാരെ, കറുപ്പൻ കാക്ക പറഞ്ഞത് മനസ്സിലായല്ലോ? പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര പ്രയാസകരമായിരിക്കും. താങ്ക് യു മാം. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു റസ്മിന. താങ്ക് യു മാം. താങ്ക് യു. ഇനി എന്തെങ്കിലും കഥയോ പാട്ടോ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ഞാൻ പറയട്ടെ മാം. ഓക്കെ. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രെസ് കുറയ്ക്കാൻ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം മക്കളുമായിട്ടും നമ്മുടെ ഹസ്ബൻഡുമായിട്ടും എല്ലാവരുമായിട്ടും നിന്നും അവരുടെ വിശേഷങ്ങൾ പറഞ്ഞും അവരുടെ സുഖദുഃഖങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയും അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം എനിക്കിപ്പോ 2 കുട്ടികളാണ്. എന്റെ 2 കുട്ടികളോട് ഒരാളിപ്പോ എന്റെ അടുത്ത് ഇല്ല, അവളിപ്പോ ദൂരെ പഠിക്കാൻ പോയേക്കുന്നു. ഒരാളെ എന്റെ കൂടെ ഉള്ളൂ. പക്ഷെ അവളില്ലാത്തതെന്നുള്ളത് എനിക്ക് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാര്യം ഇത്രയും ദിവസം എന്റെ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പഠിക്കാൻ കാര്യം അവളുടെ ആവശ്യത്തിന് വേണ്ടി അവള് പോയേക്കണത്. അപ്പൊ അവള് ലീവിനായിരുന്നാലും വീട്ടിൽ വരുമ്പോ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ 4 പേരും കൂടെ ഇരിക്കണ ആ ഒരു മൊമെന്റ്. അത് നമ്മളിപ്പോ എന്ത് ചെയ്താലും കിട്ടാത്ത ഒരു എന്താ പറയാ സ്ട്രെസ് റിലീഫ് ആണ് അത്. ശരിയല്ലേ ടീച്ചറെ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യണല്ലേ നമുക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ അവരുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുക, ഇല്ലെങ്കിൽ TV കാണുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പുറത്തു പോവുക. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്റെ അഭിപ്രായത്തിൽ എന്റെ സ്ട്രെസ് കുറയ്ക്കണത് ഞങ്ങൾ 4 പേരും കൂടെ കൂടുന്ന ആ ഒരു ഗ്രൂപ്പിലാണ്. താങ്ക് യു മിസ്. ഓക്കെ, സംഗീത പറഞ്ഞത് ശരിയാണ് കേട്ടോ. പലവർക്കും പല രീതിയിലായിരിക്കും സ്ട്രെസ് റിലീഫ് ഉണ്ടാവുക. ചിലർക്ക് പാട്ട് കേൾക്കുമ്പോൾ സ്ട്രെസ് റിലീഫ് ആകും, ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ സ്ട്രെസ് റിലീഫ് ആകും, ചിലർക്ക് യാത്ര ചെയ്യുമ്പോഴായിരിക്കും സ്ട്രെസ് റിലീഫ് വരുന്നത്. ഇനി മറ്റു ചിലർക്കാകട്ടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും സ്ട്രെസ് റിലീഫ് ആകുന്നത്. അങ്ങനെ പലതരത്തിലുണ്ട്. അതായത് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട്. ആ പഠനത്തില് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് നര വരാത്തതും പെട്ടെന്ന് അസുഖങ്ങൾ വരാത്തതുമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ ഫാമിലിയുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്.
ഓക്കെ, ഞാൻ പറയുന്നതല്ല കേട്ടോ, ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുന്നതാണ് അമേരിക്കയില്. അപ്പോ എന്താ പറയാ, നമ്മള് ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതലായിട്ട്, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ടാവുക, നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക, അത് ഫാമിലിയിൽ നിന്നുള്ളതാകട്ടെ അല്ലെങ്കിൽ പുറത്താകട്ടെ, നല്ല ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അത് എപ്പോഴും നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരോട് തുറന്നു പറയാനും അതുവഴി നമുക്ക് കുറച്ച് റിലീഫ് കിട്ടാനും ഒക്കെ സാധിക്കും അല്ലെ. അപ്പോ ഏറ്റവും എന്താ പറയാ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാന്നുള്ളതാണ്. അത് ഫാമിലിയിൽ ആയാൽ പോലും അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലായാൽ പോലും അവരോട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ വിഷമങ്ങൾ കുറച്ച് തുറന്നു പറയുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ വിഷമങ്ങളെ മറയ്ക്കാനും അല്ലെങ്കിൽ എന്താ പറയാ അത് ഇല്ലാതാക്കാനും സാധിക്കും. അപ്പൊ അതൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നതിലൂടെ, യാത്ര ചെയ്യുന്നതിലൂടെ, അതായത് പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിലാണ് നമ്മുടെ എന്താ പറയാ ഒരു നമ്മുടെ ലൈഫ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അല്ലെ. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നെഗറ്റീവ് തിങ്കിങ് വന്നാലാണ് നമുക്ക് ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ജിഷ മിസ് ആണ് എടുത്തത്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആണോ? അതിനകത്ത് ഉണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. നമുക്ക് സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെ. ധാരാളം പണമുണ്ട് പക്ഷെ കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും വഴക്കാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുമോ? ഡെഫിനിഷൻ പറയുന്ന ഒരു കാര്യമാണ്. അതായത് മാനസികവും സാമൂഹികവും അതുപോലെ ശാരീരികവുമായിട്ടുള്ള വെൽബീയിങ്ങിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് 3 ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങളും വേണം. ഇപ്പൊ ജോലി സ്ഥലത്തായാലും നമ്മൾ പരസ്പരം ജോലി ചെയ്യുന്ന, അതായത് നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ട് അല്ലെ, അതായത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തരത്തില് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സോണില് അല്ലെങ്കിൽ ആ ഒരു വർക്ക് സോണില് നമ്മൾ കംഫർട്ടബിൾ അല്ലാണ്ടായി തീരും അല്ലെ. നമുക്ക് ജോലി ചെയ്യണ്ട എന്നുള്ളൊരു വിചാരം വരെ വരും. പല കാര്യങ്ങളുണ്ട്. കുറെ ആളുകൾക്ക് ചിലപ്പോ വീടുണ്ടാകാം, 3 നില വീടുണ്ടാകാം, കാർ ഉണ്ടാകാം, കുറെ അധികം ATM കാർഡുകൾ ഉണ്ടാവാം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉണ്ടാകാം, ഗോൾഡ് ഉണ്ടാവാം. പക്ഷെ അവർക്ക് ഒരു തരത്തിലും മനസ്സമാധാനം അവർ അനുഭവിക്കുന്നില്ല എങ്കിൽ ആ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല അല്ലെ. ഇത്തരത്തിൽ കുറേയധികം ഫാക്ടർ ഉണ്ട്, പറഞ്ഞു വന്ന തീരില്ല, അത്രയധികം കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാനായിട്ട്. പക്ഷെ എന്താ പറയാ, എല്ലാ കാര്യവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരാൾക്ക് പണമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. പണമുണ്ട് പക്ഷെ മനസ്സമാധാനം ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. പക്ഷെ പണം ഇല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? പണം വേണ്ടേ ജീവിക്കാനായിട്ട്? അപ്പൊ ആവശ്യത്തിന് നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഭർത്താക്കന്മാരോട് ഒരു 10 രൂപ ചോദിക്കുവാണെങ്കിൽ ആ 10 രൂപ നമ്മള് ചോദിക്കുവാണ്, എനിക്ക് ആവശ്യം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അത് വേറെയാണ്. ആ സമയത്ത് നമ്മൾ ആ 10 രൂപ സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ ഒരു സംതൃപ്തി വേറെ തന്നെയാണ് അല്ലെ. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ ആരോട് ചോദിക്കണ്ട. ആ 10 രൂപ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 10 രൂപ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിക്കാം. ഈ 10 രൂപ കൊണ്ട് ഇത് പറ്റുന്നല്ലട്ടോ പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഡ്രസ്സ് മേടിക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമ്പാദിച്ചുണ്ടാകുന്ന പണം കൊണ്ട് നമുക്ക് ചെയ്യാം, ആരും ചോദിക്കില്ല അല്ലെ. എന്തിനാ, ഈവൻ നമ്മുടെ കുഞ്ഞു വന്ന് ചോദിക്കുകയാണ്, അമ്മ എനിക്കൊരു ബുക്ക് മേടിക്കണം, പൈസ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്കായിരിക്കും പോവുക. ചേട്ടാ കൊച്ചിനൊരു ബുക്ക് മേടിക്കണം, 50 രൂപ തരൂ എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട, നമ്മൾ നമ്മുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊച്ചിന് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾക്ക് കിട്ടുന്ന റിവാർഡുകൾ, അംഗീകാരങ്ങള്, ഇതൊക്കെ നമ്മൾക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ ഹാപ്പി ആക്കി വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജോലി എന്ന് പറയുന്ന ഫാക്ടർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ അത് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആക്കുന്നവരെ,
ഓക്കെ, ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ മുമ്പ് കുറെ നാള് ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ആ വ്യത്യാസം മനസ്സിലാകും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഈയിടെ ജോലി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? യെസ് മാം, ആ ഉണ്ടായിരുന്നു ജോലി, ഇപ്പൊ ഇല്ല. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുക അല്ലെ? നമ്മൾക്ക് നമ്മളെ തന്നെ അഭിമാനം തോന്നും. ആ ഒരു രീതിയാണ് നമ്മുടെ ഫസ്റ്റ് സാലറി ഒക്കെ നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും ഉടനെ തന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം കേട്ടോ. മിസ് ഞാനൊരു കവിത ചൊല്ലട്ടെ? ആ ചെയ്തോളൂ. അതിന് മുന്നായിട്ട് പറയട്ടെ, എന്റെ ഹസ്ബൻഡ് അത്യാവശ്യം എഴുതുന്ന ആളാണ്. അപ്പൊ ഒരു കവിതാ സമാഹാരം ഒരു നോവലും എഴുതിയിട്ടുണ്ട് ആളിപ്പോ ഇതുവരെ. അപ്പൊ ആളുടെ ഒരു കവിത ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതുവരെ ഇങ്ങനെ കുടുംബം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അതിങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പൊ ആ കവിതാ സമാഹാരത്തിൽ നിന്ന് രാവണ വിജയം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. സേതുവും സുഗന്ധിയും എന്ന് പറയുന്ന ഒരു നോവലും ആള് ഇറക്കിയിട്ടുണ്ട്. ആളുടെ പേര് രതീഷ് കണ്ണന്ത എന്നാണ്. അതൊന്ന് പറയും കൂടി ചെയ്യാൻ എനിക്കൊരു അഭിമാനം. അതൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാലോ എന്നും കൂടി ഞാനൊന്ന് വിചാരിച്ചു. അപ്പൊ ആളുടെ വന്ദനം എന്നൊരു കവിതയുണ്ട്. ആൾ തന്നെ ട്യൂൺ ചെയ്തതാണ്. അപ്പൊ അതൊന്ന് ചൊല്ലാനൊന്ന് ശ്രമിക്കുകയാണ്. 10 മാസമുറങ്ങുവാനുദരത്തിലിടം നൽകി മാംസവും ചോരയും ചേർത്തൊരു തൊട്ടിലും 10 മാസമെന്നെ ശ്വാസത്താൽ താരാട്ടി പിന്നെ മുലപ്പാലും ഉണ്ണുമുണർവുമായി സാരിത്തലപ്പിനാൽ വെയിലിലും കുട ചൂടി ഇക്കാലമത്രയും നന്മയായി നിന്നവൾ പൊക്കിൾ കൊടിയറ്റു പോയിട്ടു മകലാതെ നിഴലായി നടക്കുന്നോരമ്മയ്ക്ക് വന്ദനം. പിച്ചവച്ചൊരു നാൾ മുതൽ കൈവിരൽ തുമ്പിനാൽ കാൽകൾ നടത്തിച്ച കാരുണ്യ കടലച്ഛൻ വടി കൊണ്ടടിച്ചില്ല, പഴിവാക്കു പറഞ്ഞില്ല. എങ്കിലും അറിഞ്ഞു ഞാൻ അച്ഛന്റെ നോവുകൾ. അക്ഷരങ്ങൾക്കിടയിൽ അച്ഛന്റെ മണമുണ്ട്. എനിക്കായി പൊഴിഞ്ഞൊരാ വിയർപ്പിന്റെ മണമുണ്ട്. സിരകളിൽ ഒഴുകുന്ന നിണവും നിനവുമായി ആത്മാവിലലിഞ്ഞോരൻ അച്ഛനും വന്ദനം. അച്ഛന്റെ കൈവിരൽ തുമ്പു പിടിച്ചു ഞാൻ ആദ്യമായി കയറിയോരറിവിന്റെ അങ്കണം. അറിവാക്ഷരങ്ങൾ തന്നഗ്നി ജ്വലിപ്പിച്ച ആരാധ്യരായന്റെ ഗുരുക്കൾക്കും വന്ദനം. ശുദ്ധവായു തന്ന കാറ്റിനും വന്ദനം. കരളാഴം കടലാക്കിയ കടലിനു വന്ദനം. ഇടിഞ്ഞു വീഴാത്തൊരു മേൽക്കൂരയായി നിന്ന വിശാലമാകാശമേ നിനക്കെന്റെ വന്ദനം. ഭാരം ചുമക്കുവാൻ സഹനത പഠിപ്പിച്ച ഭാരം ചുമക്കുന്ന ഭൂമിക്കു വന്ദനം. ഒടുവിലെന്നാത്മാവ് ശുദ്ധീകരിക്കുവാൻ ദേഹം ദഹിപ്പിക്കും അഗ്നിക്കും വന്ദനം. ഒടുവിലെന്നാത്മാവ് ശുദ്ധീകരിക്കുവാൻ ദേഹം ദഹിപ്പിക്കും അഗ്നിക്കും വന്ദനം. താങ്ക് യു ടീച്ചർ. നന്നായി, നല്ല കവിത. താങ്ക് യു. കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ. നമ്മുടെ ടൈം ഇതാകണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്തിരി സ്പീഡിലാക്കിയതാണ്. അത് നമ്മൾ ഈ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളൊരിതാണല്ലോ. അപ്പൊ ആൾ അത് വെച്ചിട്ട് അങ്ങനെ എഴുതിയതാണ്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് അന്ന് എടുത്ത PDF, അതായത് ഒരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മൈൽസ്റ്റോൺ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോ അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ? നമ്മള് അത് തീർന്നല്ലോ. 5 years വരെ പറഞ്ഞില്ലേ? അതെ.
ഓക്കെ. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് 5 ആണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ ഫസ്റ്റ് പേജ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് തരാം, അതിനുള്ളിൽ ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ജിനു ജോസ്, ജിനു മിസ്സേ. അതൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Language development. Language, which is the ability to communicate using spoken words, Distinguishes distinguishes human being from other animals. Crying, cooling the child, and produce sound. സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കൂളിംഗ് എന്നല്ല, തെറ്റാണ്. കൂയിങ് എന്നാണ് കേട്ടോ. COOING, L ഇല്ല കേട്ടോ. അതൊന്ന് അവിടെ കറക്റ്റ് ചെയ്തേക്ക് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. കൂയിങ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ ജിനു. Sound from his throat. Balding the child. ബാബ്ലിംഗ് അല്ല, ബാബ്ലിംഗ് ആണ്. Babbling the child and combines the vowels and consonant sound. The repentance repeats and continuously ba ba ba. First meaningful words generally related to primary caretaker mappa. Single words sentence ball can mean I see a ball, I want the ball, me ball fell down. Stage and telegraphic speech went ball, see ball. And simple sentence I want the ball. എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം കുട്ടികള് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും സാധനം കരിയും. ഫസ്റ്റ് അത് കിട്ടണമെങ്കിൽ നമ്മൾ കരിയും. പിന്നെ നമ്മള് എന്താ പറയാ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ, അതായത് കൂയിങ് ദ ചെഡ് പ്രൊഡ്യൂസ് സൗണ്ട്, ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ബാൾഡിങ് ചൈൽഡ് കോമസ് വവൽ, അത് പറഞ്ഞാല് അവര് ബബബ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സൗണ്ടുകൾ
എനിക്കറിയാവുന്ന പോലെ മിസ് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പറഞ്ഞോളൂ, കുഴപ്പമില്ല, തെറ്റുണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. ബാബ പറഞ്ഞിട്ട് അവര് കുഞ്ഞു കുഞ്ഞു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഫസ്റ്റ് മെയിൻഫുൾ വേർഡ്സ് ജനറലി റിലേറ്റഡ് ദ പ്രൈമറി കെയർ ടേക്കർ മാപ്പ. അവരിങ്ങനെ നമ്മൾ ഒരുപാട് കേട്ട് ചെയ്യുമ്പോൾ അവര് നമ്മളെ വിളിക്കും മാപ്പ എന്ന് പറഞ്ഞൊക്കെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കും. സിംഗിൾ സെന്റൻസ് പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞി സെന്റൻസ് അവർ പറയാൻ തുടങ്ങും. ബാൾ ക്യാൻ മീ, അതുപോലെ മീൻസ് സീ ദ ബാൾ, വാണ്ട് ദ ബാൾ, മൈ ബാൾ ഫെൽ ഡൗൺ. കുഞ്ഞു കുഞ്ഞു സെന്റൻസ് വാക്കുകൾ അവർ പറയാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റേജ് ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞി വാണ്ട് ബാൾ, സീ ബാൾ, എന്റെ ബാള് കണ്ടോ, അതുപോലെ എന്റെ ബാൾ എവിടെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. പിന്നെ അത് കുഞ്ഞു സെന്റൻസ് ആയിട്ട് വാണ്ട് ദ എ ബാൾ, എന്റെ ബാൾ എവിടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ ലീനിങ് ഇൻ ദ ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് ദ അക്വയറിംഗ് ഫോർ ദ സ്കിൽ നെയിംലി ഇൻസ്റ്റാളിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ അവർ കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോഴേക്കും അവർക്ക് സ്കില്ല്, അതായത് അവർക്ക് സ്കില്ല് ആയി വരുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും, വായിക്കാൻ തുടങ്ങും, എഴുതാൻ തുടങ്ങും. 3 years old vocabulary of the 900 words by the time are 6 years old the child has a spoken vocabulary the almost one 12,000. 1,400 വേർഡ്സ്. അവർ കുറച്ചും കൂടി കഴിയുമ്പോൾ അവര് ഒരുപാട് വാക്കുകൾ, സെന്റൻസുകൾ പറയാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ അനിമൽസ്. അതായത് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യർക്കുള്ളതും എന്നാൽ മൃഗങ്ങൾക്കില്ലാത്തതുമായിട്ടുള്ള ഒരു കഴിവാണത്. അത് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് ആണോ? എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടോ? ഇല്ല അല്ലെ? സംസാരിക്കാനുള്ള ശേഷി ഇല്ല അല്ലെ? അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല. അത് മനുഷ്യന് മാത്രം ഉള്ളതാണ്. അപ്പൊ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ എന്താണ്? തത്തയുണ്ട്. തത്തയ്ക്ക് മാത്രം സംസാരിക്കാൻ പറ്റും. ചില തത്തകൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എല്ലാ മൃഗങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാനായിട്ട് പറ്റില്ല അല്ലെ? അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർക്ക് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മൃഗങ്ങൾക്ക് പരസ്പരം, ഇപ്പൊ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വൈൽഡ് ആയിട്ടുള്ള അനിമൽസ്, അവർക്ക് അറിയാം പ്രത്യേകം എങ്ങനെയാണ് അത് വരുന്നത്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല, അവര് എന്തൊക്കെയാണ് ആലോചിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അവർക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് ഇല്ല. ഓക്കെ, അപ്പൊ സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനുള്ള കഴിവാണത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. ദാറ്റ് ഈസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പോ എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആരംഭിക്കുന്നത്? അതിന്റെ തുടക്കം എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ക്രൈയിങ് ആണ്, അതായത് കരച്ചിൽ. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച് വീണ ഉടൻ തന്നെ അവൻ എന്താ ചെയ്യുന്നത്? കരയും. എല്ലാ കുഞ്ഞുങ്ങളും കരയും. എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെ? അപ്പൊ ഞാൻ ഭൂമിയിൽ വന്നു എന്നതിന്റെ തെളിവാണ് എന്ത് ചെയ്യുന്നത്? അവൻ കരയുന്നത്. അപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആരംഭിക്കുന്നത് ക്രൈയിങ്ങിൽ നിന്നാണ്. കരച്ചിലൂടെയാണ് കുഞ്ഞ് തന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ കൂയിങ് ആണ്. കൂയിങ്, ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. അതുപോലെ തന്നെ കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീടുള്ള സമയത്തൊക്കെ കുഞ്ഞ് ചെറിയ അതായത് നമുക്കറിയാം 1, 2, 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ മൂളലുകൾ തൊണ്ടയിൽ നിന്ന് വരും. ഞെരുക്കങ്ങള് ചിലപ്പോ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മൂളലുകൾ വരാം. അറിയില്ലേ നിങ്ങൾക്ക്? തൊണ്ടയിൽ നിന്ന് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞരക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മൂളലുകളായിരിക്കാം. അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് വൺ, babbling. The child combines a vowel and consonant sound
and repeats continuously ba ba ba. Okay, അതായത് ഒരു വവൽ സൗണ്ടും ഒരു കൺസണന്റ് സൗണ്ടും ചേർത്തിട്ട് കുഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒരു വേർഡ് കമ്പൈൻ ചെയ്ത് കുഞ്ഞ് ആ ലെറ്റർ പറയാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ബ ബ ബ. കുഞ്ഞ് ബ ബ ബ എന്ന് പറയാറുണ്ടോ? യെസ്, ബാബാബ പറയും, താത്താത്ത പറയും. താത്താത്ത പറയും അല്ലെ? അതായത് ഈ ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഈ ബ ബ ബ താത്താത്ത അങ്ങനെയുള്ള സൗണ്ട് ഒക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് തുപ്പല് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉമിനീര് അധികമായിട്ട് താഴോട്ടുള്ളൂ. അതിനെയാണ് ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ ബാബ്ലിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വവ്വൽ, അതായത് ഇവിടെ പി എന്ന് പറയുന്നത് കൺസണന്റ് ആണ്, എ എന്ന് പറയുന്നത് വവ്വലാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു എന്താ പറയാ, ഈ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആകുന്നത് മലയാളം ലിറ്ററേച്ചർ, അതായത് ക് പ്ലസ് ആ ക, ത് പ്ലസ് ആ ത, അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? കൊച്ചിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വവ്വലും ഒരു കൺസണന്റും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വേർഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ ബ ബ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത് അവരുടെ വായിൽ നിന്ന് കൂടുതലായിട്ട് ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇവര് ഈ പറയുന്നത്, ശബ്ദം പറയുന്നത്. അപ്പൊ ചില പൊട്ടലുകളും മറ്റൊക്കെ കേൾക്കാം. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീർത്ത് വരും ബലൂൺ പോലെ. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്, എക്സ്പീരിയൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബാബ്ലിംഗ് സൗണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവര് ഫസ്റ്റ് അവരുടെ മീനിങ്ഫുൾ വേർഡ് ആയിട്ടുള്ള, അതായത് അവർ മാപ്പ എന്ന് പറയുന്ന വേർഡ് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അവരുടെ പ്രൈമറി കെയർ ടേക്കർ, അതായത് അവരെ കൂടുതൽ നോക്കുന്നത് ആരാണ്, അവരെയാണ് അവര് മാപ്പ എന്ന് വിളിക്കുക. അതായത് ഏറ്റവും കൂടുതൽ അവരെ അമ്മ, അച്ഛൻ, ഈ രണ്ട് വ്യക്തികളാണല്ലോ കുഞ്ഞിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഭൂരിഭാഗവും അമ്മ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ എന്നുള്ള വിളി ചിലപ്പോ പൂർണ്ണമായിട്ട് അവരെ മമ്മിന്നോ അമ്മാന്നോ അങ്ങനെയൊന്നും ആദ്യം വിളിക്കില്ല. മാ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. മാ, അങ്ങനെയുള്ള ചില സൗണ്ടുകളൊക്കെ ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പപ്പേനെ ആണെങ്കിൽ പാന്ന് വിളിക്കാം, അമ്മേനെ ആണെങ്കിൽ മാന്ന് വിളിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ലെറ്ററുകൾ എന്ത് ചെയ്യുന്നു, അവരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗിൾ വേർഡ് സെന്റൻസസ്. ബോൾ ക്യാൻ മീൻ ഐ സീ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അതായത് പിന്നീട് വളർന്നു വരുന്നതിനനുസരിച്ച് അവര് സിമ്പിൾ വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ ബോള് തന്നെ വെച്ചിട്ട് അവർക്ക് പല വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ ആ ബോള് കണ്ടു, എനിക്ക് ആ ബോള് വേണം, എന്റെ പന്ത് താഴെ വീണ്, എന്റെ ബോള് താഴെ പോയി. അങ്ങനെയുള്ള ചെറിയ ചെറിയ വേർഡ്സുകൾ അവർ വളരുന്നതിനനുസരിച്ച് പറയാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. അതിലൂടെ അവർ ചില കാര്യങ്ങൾ പറയുന്നു. എനിക്ക് ബോള് വേണം, വാണ്ട് ബോൾ, സീ ബോൾ, എന്റെ ബോള് ഞാൻ കണ്ടു. അങ്ങനെയുള്ള ചില വേർഡുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, സിമ്പിൾ സെന്റൻസുകൾ അവർ ഉപയോഗിക്കുന്നു. ഐ വാണ്ട് എ ബോൾ, എനിക്ക് ആ ബോള് വേണം. അതായത് ഒരു കാര്യം അവരുടെ മനസ്സിൽ ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും വാശി തോന്നിക്കഴിഞ്ഞാൽ അത് വേണമെന്ന്, അത് തീർച്ചയായും ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ കയ്യിൽ കിട്ടണമെന്ന് അവർ നിർബന്ധം പറയുന്നു. അങ്ങനെയുള്ള വേർഡുകളൊക്കെ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എന്ത് പോയിന്റുകളായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട്? ബാബ്ലിംഗ് സൗണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മാപ്പ വിളിക്കുന്ന കാര്യം പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഈ ബാബ്ലിംഗ് സൗണ്ട് ആയിട്ട് ആയിട്ടുള്ളൂ. അവളിങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കും, ബാബ എന്നൊക്കെ പറഞ്ഞ ഒച്ച ഉണ്ടാക്കും. പിന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെ ഭൂ എന്നൊക്കെ പറഞ്ഞ ഒച്ച ഉണ്ടാക്കും. പിന്നെ അമ്മേ എന്ന് വിളിക്കും. ഞാൻ അതിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛമ്മയുടെ കയ്യിലായിരിക്കണമെങ്കിൽ ഇങ്ങനെ വിളിക്കും, ഉമ്മേ ഉമ്മേ എന്ന് വിളിക്കും. അമ്മേന്നല്ല, ഉമ്മേ ഉമ്മേ എന്നൊക്കെ വിളിക്കും. അങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ അവളുടെ ചേട്ടന്മാർ കളിക്കുന്ന കാണുമ്പോൾ ആ ഊ എന്നൊക്കെ ഒച്ച ഉണ്ടാക്കും. ഭയങ്കര കളിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ ആ ഊ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും. ഓക്കെ ഓക്കെ, ഇനി ആർക്കാ പറയാനുള്ള? സുറുചി. എന്റെ അനിയന്റെ കൊച്ചുണ്ടേ, ഇപ്പൊ 10 മാസാണ്.
അപ്പൊ ഇങ്ങനെ ഓരോന്നും പറയുമ്പോ അപ്പൊ പാട്ട് കേൾക്കാനും പാടാനും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും വേടന്റെ പാട്ടാണല്ലോ. അപ്പൊ യാ യാ യേ പറയുമ്പോ അതുപോലെ യാ യാ ആ ഒരു സൗണ്ട് ഇങ്ങനെ പറയും യാ യാ യേ. അത് ഞങ്ങൾ പാടി കൊടുക്കും, മോളും പാടും ഞാനും വെറുതെ ഇരുത്തി ഇങ്ങനെ പാടി. അപ്പൊ ആ പാട്ട് ഇങ്ങനെ യാ 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 പറഞ്ഞിട്ട് ആ പാട്ട് ഇങ്ങനെ പാടും. 10 മാസമായിരിക്കാണ് കൊച്ചിന്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. എന്റെ മേഡം, എന്റെ തൊട്ടിപ്പുറത്ത് കുഞ്ഞുണ്ട് 10 മാസം കഴിഞ്ഞ്. അപ്പൊ എന്റെ വീട്ടിൽ കോഴിയുണ്ട്. കോഴിയെ കാണുമ്പോ ഞാൻ ബാബാ എന്ന് വിളിക്കും. അപ്പൊ എന്നെ കാണുമ്പോ എപ്പോഴും ബാബാ ബാബാ എന്ന് വിളിച്ചോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഇത് അമ്മ അമ്മാമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മള് ഈറ്റ ഒലിക്കുമല്ലോ, ഒലിച്ച് ആ ബനിയൻ ഇത്രയും ഒരു 10-20 മിനിറ്റിന് ആ നെഞ്ച് മൊത്തം നനയും. ഒരു ദിവസം ഒരു 10 ബനിയൻ വേണം. അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാല്ലേ ഒന്ന്. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തത്. സുറുമി ഒന്ന് റീഡ് ചെയ്യാമോ? സുറുമി. Okay, Miss. Learning any language indicates acquiring 4 skills, namely listening, speaking, reading, and writing. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. ഇപ്പോൾ ലേണിംഗ് എനി ലാംഗ്വേജ്, ഒരു ഭാഷ പഠിക്കുക എന്നതിനർത്ഥം നമ്മൾ 4 സ്കിൽസ്, 4 കഴിവുകൾ നമ്മൾ അക്വയർ ചെയ്ത് നേടിയെടുത്തു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് ലിസണിങ് കേൾക്കാനും, സ്പീക്കിംഗ് പറയാനും, റീഡിങ് വായിക്കാനും, ആൻഡ് റൈറ്റിംഗ് എഴുതാനും. ഈ 4 കഴിവ് നമ്മളൊരു ഭാഷാ പഠനത്തിൽ നേടിയെടുക്കുന്നുണ്ട്. ഒരു 3-year-old 3 വയസ്സായ ഒരു കുട്ടി പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഒരു 900 വേർഡ്സ് 3 വയസ്സായ ഒരു കുട്ടിക്ക് അറിയാമായിരിക്കും. പക്ഷെ ആ സമയത്ത് ഒരു 6 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി ഏകദേശം 12,000 മുതൽ 14,000 വേർഡ്സ് വരെ ആ കുട്ടിക്ക് അറിയാമായിരിക്കും. ഓക്കെ മിസ്, ബാക്കി വായിക്കണം? വേണ്ട, ഞാൻ പറയാം. ഓക്കെ. അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുന്നത്, സോറി അത് ഞാനതൊന്ന് വായിക്കാം. ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് ഫോർ സ്കിൽസ് നെയിംലി ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. എ 3-year-old ഹാസ് എ vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. അതായത് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അതിലൂടെ, അതായത് നമ്മൾ 4 കഴിവുകൾ നേടുന്നതിലൂടെയാണ്, 4 സ്കിൽസ് നമ്മൾ നേടുന്നതിലൂടെയാണ് ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുക. ഏതൊരു ലാംഗ്വേജ് ആയാലും അത് പഠിച്ചെടുക്കുന്നത് 4 മെത്തേഡാണുള്ളത്. ഓക്കെ, അതിനകത്ത് ആദ്യം പറയുന്നത് ലിസ്ണിംഗ് ആണ്. ഇപ്പൊ കുഞ്ഞ് ആദ്യമേ തന്നെ എഴുതില്ല അല്ലെ? ആദ്യമേ തന്നെ അവർ എഴുതുവോ? ജനിച്ച ഉടനെ തന്നെ എഴുതുവോ? ഇല്ല അല്ലെ? അവരെങ്ങനെയാണ് ആദ്യം തന്നെ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്? അതായത് അച്ഛനമ്മമാര് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് വാച്ച് ചെയ്യും അല്ലെ, ഒന്ന് ഒബ്സർവ് ചെയ്യും. കുഞ്ഞാണെങ്കിലും അവർ ശ്രദ്ധിക്കും, അവരുടെ ചെവി കൊണ്ട് കേൾക്കും അല്ലെ. അപ്പൊ ലിസ്ണിങ്ങിലൂടെയാണ് ആദ്യം ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ദെൻ സ്പീക്കിംഗ്. പിന്നീട് അവർ വളരും തോറും അത് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അതായത് അച്ഛനമ്മമാര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങള് അവര് റിപ്പീറ്റ് ചെയ്യും, അതായത് ആവർത്തിക്കും. അതായത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അച്ഛനമ്മമാർ എന്ത് കാര്യമാണോ പറഞ്ഞത് അത് അവര് പറഞ്ഞു നോക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പൊ അതവര് സ്പീക്ക് ചെയ്യും. ആദ്യം ലിസൺ ചെയ്യും, അതിനുശേഷം സ്പീക്ക് ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് റീഡ് ചെയ്യുക. റീഡ് ചെയ്യുന്ന സ്റ്റേജ് വരുന്നത് എപ്പോഴാണ്? അതായത് അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന സമയമാകുമ്പോഴാണ് റീഡിങ് സ്റ്റേജ് വരുന്നത് അല്ലെ. കുഞ്ഞിനെ എഴുത്തിനൊക്കെ നമ്മൾ ഇരുത്തും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അംഗൻവാടിയിലും അതുപോലെ തന്നെ പ്രീ സ്കൂളിലൊക്കെ കൊണ്ടുവന്നാക്കുന്നത്. അതിനുശേഷമാണ് കുഞ്ഞിന്റെ ഓരോ വേർഡ് അല്ലെങ്കിൽ ഓരോ ലെറ്ററുകളൊക്കെ, വേർഡ് എന്ന് പറയാൻ പറ്റില്ല, ലെറ്റേഴ്സ് എന്തെങ്കിലും അവര് വായിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് കുഞ്ഞ് എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? ലാസ്റ്റ് സ്റ്റേജ് ഒരു ഭാഷയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. ഓക്കെ, ആദ്യം കുഞ്ഞ് ചെവിയിലൂടെ ഒരു കാര്യം കേൾക്കുന്നു, അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നു, ദെൻ ആ ലെറ്റർ വായിക്കുന്നു, പിന്നീട് അത് എഴുതുന്നു.
അപ്പൊ ഈ ഒരു 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ ഏത് ലാംഗ്വേജും, അത് ഇംഗ്ലീഷ് എന്നില്ല, മലയാളം എന്നില്ല, ലോകത്തുള്ള ഏത് ലാംഗ്വേജ് ആയാലും ഇത് കുട്ടി പഠിച്ചെടുക്കുന്നത് ഈ 4 മെത്തേഡിലൂടെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് 900 വേർഡ്സ് ആണ്. 900 വേർഡ്സ് വരെ എന്ത് ചെയ്യാം, ഒരു 3 വയസ്സുള്ള കുഞ്ഞ് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പറയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. ഓക്കെ, ഇതിന്റെ വൊക്കാബുലറി 900 വേർഡ്സ് ആണ്. ദെൻ അത് 6 ഇയേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞിന് 6 വയസ്സാകുമ്പോൾ അതിന്റെ എണ്ണത്തില് ഇൻക്രീസ് ഉണ്ടാകും, കൂടും അല്ലെ. ആ 900-ൽ നിന്ന് 12,000 to 40,000 ആവും. 12,000 തുടങ്ങി 14,000 വേർഡ് വരെ എന്ത് ചെയ്യാം, കുഞ്ഞ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ വളർച്ചയനുസരിച്ച്, അവന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് അവൻ ഉപയോഗിക്കുന്ന വേർഡ്സില് വ്യത്യാസങ്ങൾ വരാം. കൂടുകയാണുണ്ടാവും, ഒരിക്കലും കുറയില്ല കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ ഡെവലപ്മെന്റിനനുസരിച്ച് കൂടിയാണ് വരിക. ഓക്കെ, ഒരിക്കലും അത് ഡിക്രീസ് ചെയ്യില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ കേട്ടോ ഒരാള്. ആരാ വായിക്കാം? ഞാൻ വായിക്കാം മിസ്. ആൻമരിയ വായിച്ചോളൂ. Language development includes 4 skills: listening, speaking, reading, and writing. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. Activities such as listening to stories, reciting rhymes, listening to record music, meditation, games such as Chinese whisper, Simon Says, drawing the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. The pre-reading skills include recognizing alphabets and their phonetic sounds, and the capacity to move the eye from left to right in a straight line, a love for books, and eye and hand coordination. These can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit on motor development. ലാംഗ്വേജ് കുട്ടികളിലെ ലാംഗ്വേജ് വികസിക്കുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്നിവയിലൂടെയാണ്. അവരുടെ ആ സമയത്ത് അവർക്ക് കൂടുതലായിട്ടും കളികളിലൂടെ അവരുടെ ലിസണിങ് പവർ കൂടും. അതേപോലെ തന്നെ സ്പീക്കിംഗ് സ്കിൽസ്, പരസ്പരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരിക്കാനുള്ള അവരുടെ ശേഷി കൂടും. ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസണിങ്, അതേപോലെ തന്നെ കഥകൾ കേൾക്കുമ്പോഴും പാട്ടുകൾ പാടുമ്പോഴും ചെറിയ ചെറിയ പദ്യം ചൊല്ലുമ്പോഴും പിന്നെ അവരുടെ മ്യൂസിക് ശ്രദ്ധിക്കുമ്പോഴെല്ലാം അവരുടെ ലിസണിങ് പവർ എല്ലാം കൂടുകയാണ്. അതെ, സംസാരിക്കാനുള്ള ശേഷിയും അവർക്ക് കൂടും. അതെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആൽഫബറ്റ്സ്, അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഫോണറ്റിക് സൗണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. കപ്പാസിറ്റി, അവർക്ക് അതെല്ലാം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. പിന്നെ ലയൻ, നേരെ നോക്കി വായിക്കാൻ, കണ്ണുകളെ നേരെ നോക്കി ഒരു പുസ്തകം എടുത്ത് വായിക്കാനുള്ള ശേഷി അവർക്ക് അതിൽ നിന്നും ലഭിക്കും. മോട്ടോർ ഡെവലപ്മെന്റിലൂടെയാണ് അവർക്കത് കിട്ടുന്നത്. ഓക്കെ, അതായത് കുട്ടികൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് 4 സ്കില്ലിലൂടെയാണ്: ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ ഒരു സ്റ്റേജില് അതായത് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതായത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മള് കുട്ടികളുടെ കേൾവി, അതായത് ലിസ്ണിംഗ്, അതുപോലെ തന്നെ സ്പീക്കിംഗ് എന്നിവ വർദ്ധിപ്പിക്കുന്ന കളികള്, അതായത് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഗെയിമുകള് ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തണം. ഓക്കെ, കുട്ടികളുടെ
ലിസ്ണിംഗ് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ കുട്ടികളുടെ സ്പീക്കിംഗ് എബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗെയിംസുകൾ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടിക്ക് ഈ സ്റ്റേജിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, കഥകൾ കുട്ടിയെ കേൾപ്പിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ കവിതകൾ പാടിക്കൊടുക്കാം, പാട്ടുകൾ പാടിക്കൊടുക്കാം, സംഗീതം മ്യൂസിക് കേൾപ്പിക്കാം, പിന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് വഴി കുഞ്ഞിന്റെ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഥയും പാട്ടും അതുപോലെ കവിതയും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം അല്ലെ, പ്രായം ആയവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, പാട്ട് പാടിക്കൊടുക്കുക എന്നൊക്കെ അല്ലെ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പണ്ട് തുടങ്ങിയ അമ്മൂമ്മമാരിങ്ങനെ ചെയ്യുന്നത്? എന്തിനാ? അവർക്കറിയാം, അതായത് കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ആകുന്നത് ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ 2 കാര്യം പറയുന്നുണ്ട് ഇവിടെ, ചൈനീസ് വിസ്പർ ആൻഡ് സൈമൺ സേസ്. ശ്രദ്ധിച്ചോ നിങ്ങൾ 2 വേർഡുകള്? എന്താണ് ചൈനീസ് വിസ്പർ? കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചൈനീസ് വിസ്പർ, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇല്ല? ചെവിയിൽ പറയുന്ന ചെവി പറയുന്നതാണ്. പറഞ്ഞോളൂ, എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യൂ. വിസ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ചെവിയിൽ ചെറുതായി പറയുന്നതിനല്ലേ വിസ്പർ എന്ന് പറയും. ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞ ഗെയിം എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആ വേർഡ് വെച്ച് പറഞ്ഞതാണ്. അതായത് സ്കൂളിലൊക്കെ നടത്തുന്ന ഒരു തരം ഗെയിമാണ്. നമുക്ക് TV ഷോയിലൊക്കെ നമ്മൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ഒരു 10 കുട്ടികളെ ഗ്രൗണ്ടിൽ നിർത്തും, എന്നിട്ട് ഒരു ടീച്ചർ ഉണ്ടാകും, സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും. ഈ ടീച്ചർ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വേർഡോ ഒരു സെന്റൻസോ ആദ്യത്തെ കുട്ടിയുടെ ചെവിട്ടിൽ പറയും. ഓക്കെ, വളരെ പതുക്കെയാണ് കേട്ടോ പറയാ, മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് പറ്റില്ല, വളരെ പതുക്കെ പറയും. അപ്പൊ ആ കുട്ടി എന്താണോ കേട്ടത് അത് 2ാമത്തെ കുട്ടിയുടെ ചെവിട്ടില് പാസ് ചെയ്യും. ദെൻ അത് 3ാമത്തെ കുട്ടിയുടെ ചെവിയിൽ ചെല്ലും. ദെൻ 4, 5 എന്താണ് അങ്ങനെ ഒരു ഗെയിം ഇല്ലേ? ഗെയിം ഉണ്ട്. അങ്ങനെ ഈ വേർഡ്, അതായത് പറയുന്ന വേർഡ് ഇങ്ങനെ പാസ് ചെയ്ത് 10ാമത്തെ കുട്ടിയുടെ ചെവിയിൽ വരും അല്ലെ. അപ്പൊ 10ാമത്തെ കുട്ടിയോട് ടീച്ചർ ചോദിക്കും എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോ ആ കുട്ടി അത് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അവിടെ വിന്നായി എന്നാണ് അർത്ഥം. ഇനി ഭൂരിഭാഗം കേസുകളിൽ എങ്ങനെയാ വരുന്നത്, അതായത് ടീച്ചർ പറയുന്ന വേർഡ് ആയിരിക്കില്ല ചിലപ്പോ 10ാമത്തെ കുട്ടി പറയുന്നത്, വ്യത്യാസം വരും. ഇതുപോലെ തന്നെ നമ്മുടെ റീലുകളിലും പൂവല് പറന്നുപോയ കഥ പറഞ്ഞ് ലാസ്റ്റ് കുട്ടീന്റെ അടുത്ത് എത്തുമ്പോ പക്ഷി പറന്നുപോയതായതല്ല, അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മാറും. അങ്ങനെയാണ് കേട്ടോ, അതൊരു ഗെയിമാണ്. അത് ഈ വേർഡുകള് കുട്ടികൾക്ക് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി എത്രമാത്രം അത് സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ദാറ്റ് ഈസ് ചൈനീസ് വിസ്പർ. മനസ്സിലായോ? സെന്റൻസ് പഠിച്ച സമയത്ത് സാർ ഒരു കുട്ടിയുടെ ചെറിയൊരു സെന്റൻസ് പറഞ്ഞു കൊടുത്തു. മാറി വന്ന് ലാസ്റ്റ് പറഞ്ഞ കുട്ടി ആരുടെ കയ്യിൽ എന്തോ കിട്ടിയത് മാത്രമേ ലാസ്റ്റ് ഒക്കെ മനസ്സിലായുള്ളൂ. ശരിക്കും സാറ് പറഞ്ഞതൊന്നും അല്ലായിരുന്നു. അതെ, വ്യത്യാസം വരും. ടീച്ചർ പറഞ്ഞ കാര്യമായിരിക്കില്ല ലാസ്റ്റ് ഈ കുട്ടി പറയുന്നത്. അതിലിങ്ങനെ ഒരു തലയും പാലും ഒന്നും ഉണ്ടാവില്ല, നടുക്കത്തെ കാര്യം മാത്രമായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസം വരും കേട്ടോ. അതാണ് ചൈനീസ് വിസ്പർ. ദെൻ 2ാമത്തത് സൈമൺ സേസ് ആണ്. സൈമൺ സേസ് എന്ന് പറയുമ്പോൾ അതായത് ഒരാളിപ്പോ ഒരു 4-5 കുട്ടികൾ നിർത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരാള് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിരിക്കാം. ഒരാള് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടാകും. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആള് ഒരു കാര്യം പറയും. സൈമൺ സേസ് ടച്ച് യുവർ ലെഗ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള ആ 4 കുട്ടികൾ എന്ത് ചെയ്യണം? സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ കാലിൽ തൊടണം. മനസ്സിലായോ? ഓക്കെ. ഇനി 4 കുട്ടികൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെയാണ്. ആരെങ്കിലും ഒരാള് സൈമൺ സേസ് എന്ന് വിട്ടുപോകുകയോ അല്ലെങ്കിൽ കാലിൽ തൊടാതെയോ ഇരുന്നാല് ആ കുട്ടി ഔട്ടാണ്. അതുപോലെ തന്നെ വീണ്ടും പറയാം, സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്. സൈമൺ സേസ് അതായത് സൈമൺ സേസ് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊടണം. അപ്പോ
നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ സൈമൺ സേസ് എന്ന് പറയുകയും ചെയ്യണം, തലയിൽ തൊടുകയും വേണം. രണ്ടും ഒരു സ്പോട്ടിൽ തന്നെ നടക്കണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് വിട്ടു പോവുകയാണെങ്കിൽ ഔട്ട് ആവും. ഓക്കെ, അപ്പൊ സൈമൺ സേസ് എന്ന് നിർബന്ധമായിട്ട് പറയണം. അപ്പൊ ഇതാണ് സൈമൺ സേസ് എന്ന് പറയുന്ന കേസ് കേട്ടോ. അപ്പൊ രണ്ടും മനസ്സിലായി. സ്പീക്കിംഗ് ആക്ടിവിറ്റിയും ബോഡി കോർഡിനേഷനും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം അല്ലേ? അതെ അതെ, ബോഡി കോർഡിനേഷൻ ഒക്കെ ഒരുമിച്ച് വരാനാണ്, ഐ ഹാൻഡ് കോർഡിനേഷൻ അതൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മാം അന്നേരം ഈ സൈമൺ സേസ് എന്ന് പറഞ്ഞ ഗെയിം ആണോ? അതെ, ഗെയിമാണ്, അതൊരു കളിയാണ്. സൈമൺ സേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾ ആക്ഷൻ കാണിക്കേണ്ടത് അതും നമ്മൾ കൂടെ പറയും, അതും ഒരുമിച്ച് ചെയ്യണം. ഞങ്ങള് ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് മാം സ്കൂളില്. ഞാനിത് കേട്ടിട്ടുണ്ടെങ്കിലും ഓർമ്മയില്ല. ഓർമ്മയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് കുട്ടികളെയൊക്കെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, എല്ലാവരും തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റിലെ പലതരം ശബ്ദങ്ങളിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ് അല്ലെ, അതായത് ബേർഡ്സിന്റെ ഒച്ചകള്, അതുപോലെ തന്നെ എന്താ പറയാ മരച്ചിൽ, അതായത് ട്രീസ് ഒക്കെ കാറ്റ് വരുമ്പോൾ ഇളകുന്ന ഒരു ശബ്ദമുണ്ട് അത്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ സൗണ്ടുകള്, അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്ന സൗണ്ടുകൾ, അങ്ങനെ പലതരത്തിൽ നമ്മുടെ എൻവയൺമെന്റിൽ നടക്കുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളിലോട്ട് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വായനയ്ക്ക്, അതായത് നമ്മുടെ റീഡിങ്ങിന് മുമ്പുള്ള ചില സ്കിൽസ് ഉണ്ട്, അതിന് പ്രീ റീഡിങ് സ്കിൽസ് എന്നാ പറയാ. അതായത് കുട്ടി വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് പോയിന്റ് ആയിട്ട് പറയാം. പ്രീ റീഡിങ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാല് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, അക്ഷരങ്ങൾ തിരിച്ചറിയാനായിട്ട് കുട്ടി ശ്രമിക്കണം. വായനയ്ക്ക് മുമ്പ് ശ്രമിക്കണോ? വേണ്ടയോ? ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? അപ്പോ ആദ്യം തന്നെ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത് ലെറ്റേഴ്സിന്റെ സൗണ്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ലെറ്ററിനും ഓരോ സൗണ്ട് ആണല്ലേ ഉള്ളത്, അപ്പോ അത് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കണ്ണ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന രീതിയിൽ റീഡിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യണം. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? വലത്ത് നിന്ന് ഇടത്തോട്ടാണോ, ഇടത്ത് നിന്ന് വലത്തോട്ടാണോ വായിക്കുക? ഇടത്ത് നിന്ന് വലത്തോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുക അല്ലെ? അപ്പോ അത് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രീ റീഡിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ലെറ്റേഴ്സിന്റെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ കണ്ണ് ഇടത്തു നിന്ന് വലത്തോട്ട് ചലിപ്പിക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രായത്തില് കുട്ടികൾക്ക് ബുക്കുകളോടുള്ള ഇഷ്ടം വളർത്താനും നമ്മൾ ശ്രമിക്കണം. അതായത് ധാരാളം ബുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് ചെറിയ അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ബുക്കുകൾ വേണം എന്ത് ചെയ്യാൻ, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ വളർത്താൻ ശ്രമിക്കണം. കണ്ണും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ നിങ്ങള്? ഐ ഹാൻഡ് കോർഡിനേഷൻ. എന്താണ് ഐ ഹാൻഡ് കോർഡിനേഷൻ? അതായത് നമ്മുടെ കണ്ണുകൾ കാണുന്ന കാര്യവും അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെ വരുന്നതിനെയാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അറിയാമോ? അറിയാം. ഓക്കെ അറിയാം. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ നാളെ എടുക്കാം കേട്ടോ. ബാക്കി കാര്യം ബാക്കി കണ്ടിന്യൂ ചെയ്യാം നാളെ കേട്ടോ. നാളെ ഞാൻ തന്നെയാണ് കേട്ടോ. എന്താണ്? ജിഷ മാമിന് ഇന്ന് ലീവാണ്. എന്താണെന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. ലീവാണ്, രാവിലെ മാത്രം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട്. ഓക്കെ, നാളെ ഞാനായിരിക്കും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. കേട്ടോ, അതാണോ ചോദിച്ചത് ഞാൻ തന്നെയാണോ എന്ന്? ക്ലാസ് മാറ്റിയതാണോ എന്നുള്ള ഇതിൽ ചോദിച്ചതാ. ഇന്ന് മാം എടുത്ത് നാളെ ജിഷ മാം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു, അല്ലാണ്ട് ബോറടിച്ചിട്ടല്ല.
ഓക്കെ ഓക്കെ. ഇല്ല നാളെ ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ താങ്ക് യു. സൈൻ താങ്ക് ഔട്ട് യു മാം. ചെയ്തോളൂ. സൈൻ ഓഫ് ഉണ്ട് മിസ്സേ. ആ സൈൻ ഔട്ട് ചെയ്തോളൂ. പാടട്ടെ, പാട്ടാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ ചെയ്തോളൂ കേട്ടോ. മുല്ലത്തറയിലെ വെണ്ണില ചേലോടെ പുൽത്തിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കോടി പെണ്ണിനെ കണ്ടേ, ചെമ്പൻ മൂടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കോടി പെണ്ണിനെ കണ്ടേ, ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിയിട്ടും മാറിയില്ലവളെന്റെ മുന്നിൽ നിന്നും, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കോടി പെണ്ണിനെ കണ്ടേ, മുല്ലത്തറയില്. ഹലോ മാം, ആ പറഞ്ഞു. കഴിഞ്ഞു കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. നാളെ കാണാം കേട്ടോ. താങ്ക് യു മാം. Thank you. താങ്ക് യു.